ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് വീണ്ടും ഞാൻ അടുക്കളയുടെ ഭരണം കൈയടക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പുളിയുള്ള മാങ്ങ കൊണ്ട് നല്ല ഒരു മാങ്ങ മപ്പാസാണ്. നമ്മൾ കോട്ടയം എറണാകുളം ഭാഗങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു സംഭവമാണ് മാങ്ങ മപ്പാസ് എന്താണെന്ന്. അപ്പോൾ അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേരുണ്ട്. ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ സംസാരിച്ചപ്പോൾ ഒരുപാട് പേർക്ക് അറിയാൻ പാടുന്ന സംഭവമാണ് മാങ്ങ കൊണ്ട് മപ്പാസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം മാങ്ങ കൊണ്ട് മപ്പാസ് എങ്ങനെ ഉണ്ടാക്കാം എന്ന്. അപ്പോൾ അതിനായിട്ട് ഇന്ന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പുളിയുള്ള മാങ്ങ, പിന്നെ 2 സബോള വേണം, അത് മീഡിയം സൈസ് ആയിരിക്കും 2 സബോള, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ പൊടി ഐറ്റംസ്. ഒരു മലയാളിയുടെ അടുക്കളയിൽ സാധാരണ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന എല്ലാ പൊടികളും ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ വറുത്തരമുളക് പൊടിച്ചെടുത്തത്, 2 പച്ചമുളക്, കടുക്, ഉലുവ, 250 ml തേങ്ങാപ്പാൽ. നമ്മളിവിടെ 3 മാങ്ങയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ എല്ലാവരും കറിച്ചട്ടിയിലൊക്കെയാണ് നാട്ടിലുണ്ടാക്കുന്നത്. എൻ്റെ കയ്യിൽ കറിച്ചട്ടി ഇല്ലാത്ത കാരണം ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ പാമോയിലോ നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം നമ്മളതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ കടുക് സാധാരണ പൊട്ടിക്കുന്ന പോലെ തന്നെ കടുകിൻ്റെ കൂടെ ഉലുവേഗണ ഇട്ടിട്ട് നമ്മളാദ്യം ഒന്ന് ഇതെടുക്കുക. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേനും ബാക്കി സംഭവങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. കടുക് പൊട്ടിക്കാൻ അറിയാൻ പാടാത്ത ഒരാൾ പോലും ഉണ്ടാകത്തില്ല, ഒരു മലയാളി ഉണ്ടാകത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനുശേഷം പതുക്കെ കറിവേപ്പില ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ടെടുക്കുക. അതിനുശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. ഇപ്പോൾ വെളുത്തുള്ളി ഉള്ളിയൊക്കെ ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുക്കാം. സബോള ഇട്ട് ഈ സബോള നന്നായിട്ട് വരട്ടിയെടുക്കണം. സബോളയുടെ കളർ നല്ല ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മൾ നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇപ്പോൾ ഒരു കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കറിയൊക്കെ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നിടം വരെ, ഉള്ളി നല്ല ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മൾ വറ്റിയെടുക്കുക. ഇനി നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, വറുത്തര മുളക് പൊടിച്ചത്, ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് വരട്ടി എടുക്കുക. നല്ല രീതിയിൽ വരണ്ട് വരുമ്പോഴത്തേനും നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് വരട്ടിയെടുത്ത ശേഷമാണ് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമാങ്ങ ഇട്ട് കൊടുക്കാം. പച്ചമാങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മസാലയൊക്കെ ഒന്ന് പച്ചമാങ്ങയ്ക്കകത്ത് പിടിക്കുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടാലറിയാം പൊടിയെല്ലാം നന്നായിട്ട് മാങ്ങയ്ക്കകത്ത് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. 250 ml തേങ്ങാപ്പാലാണല്ലോ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ആ തേങ്ങാപ്പാൽ ഇതിലേക്ക് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കേണ്ടതുണ്ട് ഇത് നന്നായിട്ട്. കാരണം മാങ്ങ നന്നായിട്ട് വെന്ത് വരേണ്ടതുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ തുറന്ന് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ മാങ്ങ ശരിക്കും വേവത്തില്ല. അത് കാരണം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ അടച്ച് വെച്ച് വേവിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്കിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
അങ്ങനെ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച ശേഷം തുറക്കുമ്പോഴത്തേനും നമ്മുടെ മാങ്ങ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത മാങ്ങയുടെ വേവ് നോക്കിയിട്ട് നമ്മൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി വാങ്ങാം. അതിനുശേഷം നമുക്കിതൊരു നല്ല പാത്രത്തിലേക്ക് മാറ്റി ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് മാങ്ങ മപ്പാസ്. ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങ കൊണ്ടുള്ള ഒരു കറിയാണിത്, മാങ്ങ മപ്പാസ്. കോട്ടയം, എറണാകുളം ഭാഗങ്ങളിൽ എല്ലാവരും മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതുവരെ മാങ്ങ മപ്പാസ് കഴിച്ചു നോക്കാത്തവരെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയ ശേഷം അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കൂ. ഈ വീഡിയോയും ബാക്കി എല്ലാ വീഡിയോകളെ പോലെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, ബൈ.